Hi everyone, good day. Hope you all are staying good. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നറേറ്റീവ്സ് ആണ്. നറേറ്റീവ്സ് തന്നെ നമുക്ക് 13 നറേറ്റീവ്സ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Narrative techniques. As human beings, we all like stories. One writer has said, even when the body goes to sleep, the mind keeps awake all night telling itself stories. How one tells the story is perhaps more important than the story itself. The effect of the story depends on the way it is told. Writers use different techniques to tell their stories effectively. The techniques of narration include a writer's choice of the genre, selection and ordering of events, use of a particular point of view, bringing a suitable atmosphere or mood, and the use of various literary or stylistic devices such as similes, metaphor, allusion, imagery, etc. There are many techniques that a writer may adopt. മനുഷ്യരെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും കഥകൾ ഇഷ്ടമാണ്. ഒരു എഴുത്തുകാരൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ശരീരം ഉറങ്ങുമ്പോഴും മനസ്സ് രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് അതിനോട് തന്നെ കഥകൾ പറയുകയാണ്. എങ്ങനെയാണ് ഒരാൾ കഥ പറയുന്നത് എന്നതിനാണ് കഥയേക്കാൾ കൂടുതൽ പ്രാധാന്യം. കഥയുടെ പ്രാധാന്യം അത് പറയുന്ന രീതിക്കനുസരിച്ചാണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ കഥകൾ നന്നായി പറയുവാൻ വിവിധ ടെക്നിക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഏത് ടൈപ്പാണ്, അതായത് രചനയുടെ ഏത് ടൈപ്പാണ് ഒരു എഴുത്തുകാരൻ തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് സംഭവം ക്രമീകരിക്കുന്നത്, ഏത് വീക്ഷണകോണിൽ നിന്നാണ് അദ്ദേഹം കഥ പറയുന്നത്, ശരിയായ അറ്റ്മോസ്ഫിയർ, മാനസികാവസ്ഥ, അദ്ദേഹം ഉപയോഗിക്കുന്ന ഉപമങ്ങളും രൂപങ്ങളും മറ്റ് സാഹിത്യ രൂപങ്ങളും പ്രയോഗിക്കുന്നത് മുതലായവയാണ് നരേഷൻ ടെക്നിക്കിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത്തരം പല ടെക്നിക്കുകളും ഉണ്ട്. അതിൽ കുറച്ച് ടെക്നിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Anachrony or flashback and flash forward. Anachrony is a term used in modern narratology. It shows a discrepancy between the chronological order of events in a story and order in which they are present in the plot. Anachronies are either flashback or flash forwards. Gerard Genety, a French literary theorist, renamed these terms as anablapsis and prolepsis. Flashback interrupt the chronological order of the plot to show an event in the past. Flash forward takes the narrative forward in time from the current time in the story. There is also another term, foreshadowing. It is a device in which the writer gives subtle hints about events that are going to happen in the story. The difference between flash forward and foreshadowing is that in flash forward the plot jumps ahead into future, but in foreshadowing the writer gives some hints about later developments. അപ്പോൾ മോഡേൺ നറേറ്റോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് നമ്മുടെ അനക്രോണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ സമയക്രമവും കഥയും അവതരിപ്പിക്കുന്ന കഥയും അതുപോലെ തന്നെ സമയക്രമവും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുത്തലാണ് ഇത് പറയുന്നത്. അതായത് ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഫ്ലാഷ് ബാക്കും ഫ്ലാഷ് ഫോർവേഡും ആണെന്നുള്ളതാണ്. അപ്പോൾ ഫ്രഞ്ച് സാഹിത്യ നിരൂപകനായ ജെറാർഡ് ഗെനറ്റി ഫ്ലാഷ് ബാക്കിനെ അനലെപ്സിസ് എന്നും ഫ്ലാഷ് ഫോർവേഡിനെ പ്രോലെപ്സിസ് എന്നും വിളിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്കുകൾ സമയക്രമത്തെ മറികടന്ന് കഴിഞ്ഞ കാലം വരാനിരിക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ കൂട്ടത്തിൽ വേറൊരു പദമാണ് ഫോർ ഷാഡോയിങ് എന്നുള്ളത്. ഇതിൽ എഴുത്തുകാരൻ ഭാവിയിൽ വരാനിരിക്കുന്ന സംഭവങ്ങളെ പറ്റി ചില സൂചനകൾ മാത്രം തരുന്നുണ്ട്. ഫ്ലാഷ് ഫോർവേഡും ഫ്ലാഷ് ഷാഡോയിങ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഫ്ലാഷ് ഫോർവേഡിൽ പ്ലോട്ട് ഭാവനയിലേക്ക് കുതിക്കുന്നു, പക്ഷേ ഫോർ ഷാഡോയിൽ എഴുത്തുകാരൻ വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചില സൂചനകൾ തരുന്നു എന്നുള്ളത് മാത്രമാണ്. ഒരു അലൂഷൻ എന്ന് പറഞ്ഞാൽ ലിറ്റററി ഓർ ഹിസ്റ്ററിക്കൽ വർക്ക്, ഫിഗർ, പ്ലേസ് ഓർ ഈവൻറ്റ്സ്, അതിലേക്കുള്ള ഒരു ഇൻഡയറക്റ്റ് റെഫറൻസിനെയാണ് നമ്മൾ അലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇത്തരത്തിലുള്ള അലൂഷന് നമുക്ക് വിവരിച്ച് പല റൈറ്റേഴ്സും പറയാറില്ല. കാരണം എഴുതുന്ന റൈറ്റർ വിചാരിക്കുന്നത് വായിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള അലൂഷൻസ് എളുപ്പത്തിൽ മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കോംപ്ലെക്സിറ്റീസ് ഉള്ള ആശയങ്ങൾ അത് ലളിതമായിട്ട് പറയാൻ ഇത്തരത്തിലുള്ള അലൂഷൻസ് സഹായിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ സമർത്ഥരായ എഴുത്തുകാർ അലൂഷൻസ് ഉപയോഗിച്ച് പല അർത്ഥതലത്തിലുള്ള അവരുടെ രചനകൾ നമുക്ക് സമർപ്പിക്കുന്നുണ്ട്. ചിനുവ അച്ചേബിയുടെ നോവലായ തിങ്സ് ഫാൾ അപ്പാർട്ട് W. B. Yeatsന്റെ സെക്കൻഡ് കമ്മിങ് എന്ന കവിതയിലേക്കുള്ള ഒരു അലൂഷനാന്ന് പറയുന്നു. അതായത് ഇപ്പോൾ നമ്മൾ സോണറ്റൊക്കെ ഉള്ള ഷേക്സ്പിയറിൻ്റെ സോണറ്റിലൊക്കെ നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷൻ പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് സം വീക്സ് വിത്ത് വേർഡ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡെസ്പറേറ്റ് സിറ്റുവേഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലേക്കുള്ള ഒരു റെഫറൻസ് ആണ്, ഒരു ബിബ്ലിക്കൽ റെഫറൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് റൈറ്റർ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് അത് പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്ത് തരേണ്ട ആവശ്യമൊന്നും നമുക്ക് ആ ഒരു പോമിലില്ല. നമ്മളെന്താണ് അതിലേക്ക് ബിബ്ലിക്കൽ റെഫറൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റെഫറൻസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കത് വായിക്കുന്ന സമയത്ത് മനസ്സിലാവുകയും ചെയ്യും. ദാറ്റ് ഈസ് അലൂഷൻ എന്ന് പറയുന്നത്. എ സിമ്പിൾ റെപ്രസെൻറ്റ് സംതിങ് എൽസ്, യൂഷ്വലി ആൻ ഐഡിയ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്.
Each culture has many well-known symbols, national flags, the hammer and sickle, a king's throne, a red cross, the five intertwined Olympic strings are some examples. Roses, mountains, snake, birds, etc. are popular symbols in literature. അപ്പോൾ സിമ്പിൾ എന്നാൽ ശരിക്കും എന്താ പറഞ്ഞാൽ ഒരു പ്രതീകം, അതാണല്ലേ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ മറ്റൊന്നിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സംസ്കാരത്തിനും അതിൻ്റേതായ സിമ്പിൾസ് ഉണ്ട്. ദേശീയ പതാകകൾ, അതുപോലെ ചുറ്റികയും അരിവാളും, കിരീടം, റെഡ് ക്രോസ്, ഒളിമ്പിക് സ്ട്രിങ്ങുക, ഇതെല്ലാം എന്താണ് ഓരോ സിമ്പിളുകളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മൾ ലിറ്ററേച്ചറിൽ കണ്ടുവരുന്നത് റോസസ്, മൗണ്ടെയിൻസ്, സ്നേക്സ് അല്ലേ. റോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സ്നേക്ക് എന്ന് പറഞ്ഞാൽ വെഞ്ചൻസിനൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള സിമ്പിൾസ് നമ്മൾ ലിറ്ററേച്ചറിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. Irony. This is a technique of implying something very different from what one really says. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇത് എന്ത് സംഭവം എന്താ വെച്ചാൽ പറയുന്നതിൽ നിന്ന് വിപരീതമായ അർത്ഥം കാണുന്നതാണ് ഐറണി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ഭയങ്കര പൊക്കം കുറവുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ടോളായിട്ടുള്ളൊരു കുട്ടീനെ കാണാൻ വിചാരിക്കുക. ഇനി നമ്മൾ അവരുടെ അടുത്ത് പറയാൻ ഒരു ടോളായ കുട്ടീനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം, അവന് തീരെ പൊക്കമില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ തീരെ പൊക്കമില്ലാത്ത ഒരാളെയോ എന്താ പറയുക അവൻ്റെ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ അവളുടെ ഒരു ഹൈറ്റ് ഭയങ്കര ഹൈറ്റാണ് നമ്മൾ പറയുമല്ലോ. ജസ്റ്റ് എന്താണ് അതിൻ്റെ റിവേഴ്സാണ്. ഓക്കെ, റിവേഴ്സൽ ഓഫ് ദ ഫോർച്യൂൺ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐറണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നതിൽ നിന്ന് വിപരീതമായ അർത്ഥം കാണുന്നതാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത്. നമ്മൾ ഓ ഹെൻറിൻ്റെ ദ കാക്ടസ് പഠിച്ചു. ഓ ഹെൻറിൻ്റെ മോസ്റ്റ് ഓഫ് ഹിസ് വർക്ക് അതിൽ എന്താണ് നമുക്ക് ഐറണിനെ കാണാൻ പറ്റും, ഐറണി കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സർപ്രൈസ് എൻഡിങ്, അതുപോലെ നമ്മൾ തീരെ വിചാരിക്കാത്ത തരത്തിലുള്ള എൻഡിങ്ങും കാര്യം ഐറണിയൊക്കെ നമുക്ക് ഓ ഹെൻറിയുടെ വർക്ക്സിൽ കാണാൻ പറ്റും. Next one, Deus ex machina. Deus ex machina is a Latin phrase which means God from a machine. The machine in a question is a mechanical device used in the action theatre to transport deities on the stage at a critical point to resolve a conflict. The term is now used pejoratively for any improbable or unexpected twist in the story to solve a complicated problem. ഇത് ലാറ്റിൻ ഫ്രേസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് വരെ ദൈവം, അതായത് മെഷീനിൽ നിന്നുള്ളൊരു ദൈവം എന്നാണ് ഇതിൻ്റെ അർത്ഥം. പണ്ടൊക്കെ ഡ്രാമാസിൽ ചില കോൺഫ്ലിക്ട്സ് അതായത് ചില വിഷമ പ്രതിസന്ധികൾ പരിഹാരം കാണുന്നതിനായി ദൈവങ്ങളെ സ്റ്റേജിലേക്ക് ചില പ്രത്യേക യന്ത്രങ്ങളിൽ കൊണ്ടുവരുമായിരുന്നു പറയുന്നുണ്ട്. ആ പതിവിനെയാണ് ഈ ഡുവസ് എക്സ് മെഷീന എന്ന് പറയുന്നത്. ഇപ്പോൾ അസാധ്യമായ ചില ട്വിസ്റ്റുകൾ കഥയിൽ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്ന വിധത്തെ കാണിക്കാനാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ കളിയാക്കുന്ന വിധത്തിൽ ഈ പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറുണ്ട് പറയുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയനെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡെവസ് എക്സ് മെഷീന എന്ന് പറയുന്നുണ്ട്. പണ്ടൊക്കെ ഇത് എന്തായിരുന്നു, ഡ്രാമാസിൽ കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് ദൈവങ്ങൾ വരുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ദൈവം വരുന്ന ആ ഒരു നെറേറ്റീവ് ടെക്നീക്കിനെയാണ് ഡെവസ് എക്സ് മെഷീന എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എപ്പിഗ്രാഫ്. ആൻഡ് എപ്പിഗ്രാഫ് ഇസ് എ ഷോർട്ട് കൊട്ടേഷൻ ഓർ സേയിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ചാപ്റ്റർ ഓർ ബുക്ക്. ഇറ്റ് ഇസ് സെർവ്ഡ് ടു സജസ്റ്റ് എ തീം ഓഫ് ദ വർക്ക്. ദ പ്രസന്റ് ടെക്സ്റ്റ് അപ്രിഷിയേറ്റ് ഫിക്ഷൻ ആസ് എപ്പിഗ്രാഫ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ഈച്ച് ഓഫ് ദ മോഡ്യൂൾസ്, റൈറ്റ്. അപ്പോൾ ഒരു ബുക്കിൻ്റെയോ ഒരു അധ്യായത്തിൻ്റെയോ തുടക്കത്തിൽ കൊടുക്കുന്ന ചെറിയ ഒരു എന്താ പറയുക നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയല്ലോ, അതാണ് എപ്പിഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെയോ അധ്യായത്തിൻ്റെയോ ആ ഒരു പ്രമേയത്തെ സൂചിപ്പിക്കുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള എപ്പിഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗമാകുന്നത് പറയുന്നത്. അപ്പോൾ അപ്രീഷിയേഷൻ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടെക്സ്റ്റിൽ ഓരോ മൊഡ്യൂളിന് മുമ്പും ഇത്തരത്തിലുള്ള എപ്പിഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്. Epiphany. Epiphany means manifestation or showing forth. In Christianity, the term shows the manifestation of God's presence with the created universe, specifically the revelation of the Magi, the wise men from the east, of the divinity of the Christ. And in literature, Epiphany means a sudden insight or revelation brought by a common object, gesture, statement, situation or moment. Many writers use this technique to make their character round and increase their importance of story. James Joyce is a master in these arts. എപ്പിഫനി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് അർത്ഥം കാണും. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസ് കാണിക്കുന്നതിനാണ് എപ്പിഫനി എന്ന് പറയുന്നത്. ആ ബത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ കിഴക്ക് നിന്ന് വന്ന 3 രാജാക്കന്മാർ യേശുവിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ദൈവികമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ പറയുന്നുണ്ട്. അപ്പോൾ സാഹിത്യത്തിൽ എപ്പിഫനിയുടെ അർത്ഥം സാധാരണ ഒരു വസ്തു കൊണ്ടോ ആംഗ്യം കൊണ്ടോ പ്രസ്താവന കൊണ്ടോ സമയം കൊണ്ടോ സന്ദർഭം കൊണ്ടോ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ തുറന്നു കാട്ടലാണ് എപ്പിഫനി എന്ന് പറയുന്നത്. അപ്പോൾ പല എഴുത്തുകാരും ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അവരുടെ കഥാപാത്രങ്ങളെ റൗണ്ട് ക്യാരക്ടർ ആക്കിയിട്ട് മാറ്റാറുണ്ട്. അതായത് അവരുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഫ്ലാറ്റ് ആൻഡ് റൗണ്ട് ക്യാരക്ടർ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്.
ഓക്കെ. അപ്പോൾ ഇതിൽ ഈ ഒരു ഇത്തരത്തിലുള്ള റൈറ്റിങ്സിൽ ഏറ്റവും പ്രഗത്ഭനായ റൈറ്റർ എന്ന് പറഞ്ഞാൽ ജെയിംസ് ജോയ്സ് ആണ്. അപ്പോൾ നമ്മളൊന്നുമില്ല, നമ്മുടെ എവ്ലിൻ, നമ്മുടെ ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള എവ്ലിൻ, ഷോർട്ട് ഫിക്ഷൻ കാറ്റഗറിയിൽ നമ്മൾ എവ്ലിൻ പഠിച്ചു അല്ലേ. അതിൽ എവലിനിലുണ്ടായിരുന്ന ലാസ്റ്റ് ആ കഥാപാത്രത്തിൽ ഒരു സഡനായിട്ടുള്ള ഒരു ഉൾവിളി വരുന്നുണ്ട് അല്ലേ. അവരുടെ ലവറുടെ കൂടെ പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ആ ഷിപ്പിൻ്റെ അടുത്ത് വെച്ച് അവൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെ കേൾക്കുമ്പോൾ സഡനായിട്ടുള്ള ഒരു ഒരു ഇൻസൈറ്റ് വരുന്നുണ്ട്. അതിനാണ് നമ്മൾ എപ്പിഫനി പറയുന്നത്. ജെയിംസ് ജോയ്സ് ആണ് ഇതിൽ പ്രഗത്ഭനായ എപ്പിഫനി എഴുതുന്ന, അല്ലെങ്കിൽ ഈ നെറേറ്റീവ് ടെക്നിക്കിൽ എഴുതുന്ന ഒരു റൈറ്ററാണ് നമ്മുടെ ജെയിംസ് ജോയ്സ് എന്ന് പറയുന്നത്. Anthropomorphism. This is the attribution of human characteristics to animals, birds and other inanimate objects. We find good examples in Aesop fable. George Orwell has used it effectively in his Animal Farm with a great effect. Anthropomorphism is somewhat different from personification. In anthropomorphism, the non-human entity possesses human traits, but in personification, the non-human entities seem like possessing them. അപ്പോൾ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജീവനില്ലാത്ത മറ്റ് വസ്തുക്കൾക്കും മനുഷ്യൻ്റെ സവിശേഷതകൾ കൽപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു നെറേറ്റീവ് ടെക്നോളജിനെയാണ് നമ്മൾ ആന്ത്രോപോമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈസോപ്പ് കഥകളിൽ ഇതിൻ്റെ ഉപയോഗം നമുക്ക് ധാരാളമായി കാണാം. അതുപോലെ ആനിമൽ ഫാം, ജോർജ് ഓർവെൽ എഴുതിയ ആനിമൽ ഫാമിൽ ഇത് സമർത്ഥമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആനിമൽ ഫാമിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറി നിങ്ങൾ കേട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൽ കാണിക്കുന്ന ഒരു ആനിമലിസം അല്ലെങ്കിൽ ആന്ത്രോപോമോർഫിസം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ പേഴ്സോണിഫിക്കേഷനിൽ നിന്നും വ്യത്യസ്തമാണ് ആന്ത്രോപോമോർഫിസം എന്ന് പറയുന്നുണ്ട്. ആന്ത്രോപോമോർഫിസത്തിൽ മനുഷ്യരില്ലാത്തവർക്ക് മനുഷ്യ ഗുണങ്ങളുണ്ട്. പക്ഷേ പേഴ്സോണിഫിക്കേഷനിൽ മനുഷ്യരില്ലാത്തവർക്ക് അത്തരം ഗുണങ്ങൾ ഉണ്ടെന്നുള്ളൊരു തോന്നിപ്പിക്കലാണ് കൊടുക്കുന്നത് പറയുന്നത്. നെക്സ്റ്റ് വൺ പാരഡി എന്ന് പറയുന്നത്. എ പാരഡി ഈസ് എ മോക്കിംഗ് ഇമിറ്റേഷൻ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ വർക്ക്, ദ സ്റ്റൈൽ ഓഫ് എ പെർട്ടിക്കുലർ ഓതർ ഓർ ഫീച്ചേഴ്സ് ഓഫ് എ ലിറ്റററി ജോൺറ. ഇറ്റ് ഈസ് ലൈക്ക് കാരിക്കേച്ചർ വിത്ത് എക്സാജറേറ്റ് certain traits. The Greek dramatists Aristophanes parodied the styles of Aeschylus and Euripides in frogs. The Cervantes parodied the whole traditions of the medieval romance in Don Quixote. Henry Fielding's Shamela is a parody of Samuel Richardson's Pamela. അപ്പോൾ പാരഡി എന്ന് പറയുന്നത് അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെയോ അതിൻ്റെ റൈറ്ററുടെ രീതിയോ അല്ലെങ്കിൽ സാഹിത്യരചനകളുടെ ഏതെങ്കിലും വർഗത്തെയോ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ഹാസ്യമായിട്ടുള്ള അനുകരിക്കുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അനുകരണത്തെയാണ് നമ്മൾ എന്താ പറയുന്നത്, പാരഡി എന്ന് പറയുന്നത്. ഒരു കാർട്ടൂണിന് തുല്യമാണത്. അപ്പോൾ കാർട്ടൂണിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു സവിശേഷത വളരെ വലുതാക്കി നമ്മൾ കാരിക്കേച്ചർ വരയ്ക്കുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഗ്രീക്ക് നാടകൃത്തായ അരിസ്റ്റോഫെൻസ് അദ്ദേഹത്തിൻ്റെ നാടകമായ ഫ്രോഗ്സിൽ എക്ലിസിനെയും അതുപോലെ യൂറിപ്സിഡിനെയും അനുകരിക്കുന്നുണ്ട്. സെർവൻറ്റേസ് എന്ന സ്പാനിഷ് എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കൃതിയായ ഡോൺ ഹിക്കോട്ടിയിലെ ഒരു മോഡേൺ നോവലിസ്റ്റുകളുടെ അവരെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു അനുകരണം ചെയ്യുന്നത്. സാമുവൽ റിച്ചാർഡിൻ്റെ പമേലയുടെ ഒരു ഹാസ്യാനുകരണമാണ് ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ഷമേല എന്ന് പറയുന്നത്. ഒരാൾ എഴുതിയ വർക്കിനെയോ അയാളുടെ രീതിയോ അയാളുടെ സാഹിത്യരചനയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വർഗത്തെയോ കളിയാക്കിക്കൊണ്ടിട്ടുള്ള ഒരു ഹാസ്യമായിട്ടുള്ള അനുകരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പാസ്റ്റിഷ്. A pastiche is a text that borrows heavily from other texts. In modern old time, it was used to shock the lack of originality. But with the coming of postmodernism, it has achieved some respectability. It should not be confused with the plagiarism because passage involves open borrowing with non-deception intention. The French Lieutenant's Woman by John Fowles is a good example for a passage. അപ്പോൾ മറ്റുള്ള കൃതികളിൽ നിന്ന് ധാരാളമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോറോ ചെയ്തിട്ടുള്ള ഒരു കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന രചനയാണ് പാസ്റ്റിഷ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇതിന് എന്താണ് ഒരു ഒറിജിനാലിറ്റി ഇല്ലായ്മ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു വാക്കായിരുന്നു പാസ്റ്റിഷ് എന്ന് പറയുന്നത്. പോസ്റ്റ് മോഡേണിസത്തിൻ്റെ വരവോടെ ഇത്തരം രചനകൾക്ക് കുറേയൊക്കെ ഒരു അന്തസ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പാസ്റ്റിഷയും പ്ലേജറിസവും ഒന്നായിട്ട് കൂട്ടിക്കഴിക്കരുതെന്ന് പറയുന്നത്. കാരണം പാസ്റ്റിഷിൽ ഒരു തുറന്നിട്ടുള്ളൊരു കടമെടുക്കലാണ് അവിടെ കാണിക്കുന്നത്. അവിടെ ഒരു വഞ്ചനയുടെ പ്രശ്നം ഒന്നും തന്നെയില്ല. ജോൺ ഫൗൾസിൻ്റെ ഇത് ഫ്രഞ്ച് ലെഫ്റ്റനന്റ് വിമൻ എന്നുള്ളത് ഒരു പാസ്റ്റിഷിന് നല്ല ഉദാഹരണമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഇന്റീരിയർ മോണോലോഗ്. ദിസ് ഈസ് എ റിട്ടൺ representation of a character's inner thoughts, impression and memories as if someone is overhearing them. The best example is the finest chapter of the Ulysses by James Joyce.